ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിച്ച നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് വളരെ വിലയേറിയതായിരുന്നു. ഒരുപാട് ഫോൺ കോളുകൾ ഒരുപാട് ഫോൺ കോളുകൾ ഞങ്ങൾക്ക് വരുവാനിടയായി തീർന്നു. ഒത്തിരി എന്താ പറയുന്നത് ടെസ്റ്റ് മണികൾ ഞങ്ങൾക്ക് കിട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരുപാട് ടെസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെസ്റ്റ് മണികൾ ഞങ്ങൾക്ക് കിട്ടുവാൻ ഇടയായി തീർന്നു. അത് ഞങ്ങൾക്കും വളരെ അനുഗ്രഹമായിരുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും വളരെ അനുഗ്രഹമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 39, 40, 41 3 വാക്യങ്ങൾ വായിക്കുന്നു. ഒരു നിമിഷം കൂടെ പറയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 39, 40, 41. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതിനു മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയാണ്. ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നെന്ന് ആദ്യമേ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. കാരണം നീ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ചിലരോടുള്ള ദൂതാണിത്. ഇത് ശരിക്കും ഒറ്റപ്പെട്ട് ആരാരുമില്ല എന്ന് ചിന്തിക്കുന്നവരുള്ള ദൂതാണിത്. യേശുവിൻ്റെ ലാസ്റ്റ് നിമിഷത്തെക്കുറിച്ചാണ് ഈ വാക്യം കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗത്സമനയിൽ വെച്ച് യേശു ഒറ്റയ്ക്ക് തൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വന്നിട്ട് യേശു ഒറ്റയ്ക്ക് പോയി മാറിപ്പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന രംഗമാണ്. താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തനിക്ക് മുന്നേ അറിയാമായിരുന്നു. യേശു ഒരു വലിയ പ്രവാചകനാണ്. യേശുവിന് താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുന്നേ അറിയാം. ഒരു പ്രവാചകൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ തൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ തൻ്റെ ലൈഫിനെ കുറിച്ച് മുൻകൂട്ടി അദ്ദേഹത്തിന് അറിയാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. യേശുവിന് തൻ്റെ ക്വാളിറ്റിയെ നല്ലവണ്ണം അറിയാമായിരുന്നു. യേശു ചെയ്യാൻ പോകുന്ന ആ വലിയ മഹത്തായ കാര്യം യേശുവിന് അറിയാമായിരുന്നു. യേശു അതിന് ചെയ്ത കാര്യം താൻ ഒറ്റയ്ക്ക് മാറിപ്പോയിരുന്നു ഒരു കല്ലേറ് ദൂരത്തോളം എന്ന് ലൂക്കോസ് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. ഒരു കല്ലേറ് ദൂരം, ചിലർ ചോദിക്കുക എന്താണ് ഈ കല്ലേറ് ദൂരം? കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കാൻ എന്താണ് പാസ്റ്റർ കല്ലേറ് ദൂരം? ഒരു കല്ല് കരയിലെടുക്കുക, എറിയുക, എത്രത്തോളം ദൂരത്ത് പോകുന്നു അത്രയും ദൂരത്തോളം യേശു മാറിപ്പോയിരുന്നു. അവരെ നോക്കാൻ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് യേശു പ്രാർത്ഥിക്കുന്ന രംഗമാണ്. യേശു ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് യേശുവിനറിയാം. വളരെയധികം പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വേർപ്പ് തുള്ളികൾ രക്തകണങ്ങളായി നിലത്ത് വീണെന്നാണ് കിടക്കുന്നത്. അതുപോലെ വേദനപ്പെട്ട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്താണ് പ്രാർത്ഥന? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയ്ക്ക് പല തരങ്ങളുണ്ട്. ഒന്ന്, ചിലർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ പ്രാർത്ഥിക്കുന്നത്. രണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിന് ഇൻ്റർസെഷൻ എന്ന് പറയും. ഇൻ്റർസെഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാരത്തിനെ നിങ്ങളുടെ കരങ്ങളിലെടുത്ത് അത് പ്രാർത്ഥിച്ച് തിരിച്ച് ദൈവത്തിൻ്റെ കൈകളിൽ കൊടുക്കുന്ന പ്രവണതയാണ് ഇൻ്റർസെഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തമ്മിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, തമ്മിൽ പാപങ്ങളെ മോചിക്കുവാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ എൻ്റെ കാര്യങ്ങൾക്കൊരു മറുപടി ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളുടെ പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പാപം മോചിച്ച് കിട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയെ ആർക്കും ഒരു കാലത്തും തളർത്തുവാൻ സാധിക്കത്തില്ല. കാരണം യേശു ചെയ്യുന്ന ഈ വലിയ കാര്യങ്ങൾ യേശുവിന് അറിയാമായിരുന്നു. അതിന് യേശു മാറിപ്പോയി ഒറ്റയ്ക്ക് ഇരിക്കുകയല്ല ചെയ്യുന്നത്. യേശു തൻ്റെ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രാർത്ഥനയിൽ തനിക്കൊരു നീക്കുപോക്കുണ്ടെന്ന് യേശുവിന് അറിയാമായിരുന്നു. എല്ലാ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നീക്കുപോൽ. നമ്മുടെ പലതരം ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെ നാം എന്താ ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒരു അപ്പനും മകനും തമ്മിലുള്ള റിലേഷനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയെക്കുറിച്ച് എൻ്റെ വിഷയം പ്രാർത്ഥനയെക്കുറിച്ചല്ല. എങ്കിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാ പറയാനായിട്ട് വരുന്നു. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അന്യഭാഷ വരവുള്ള ആളാണെങ്കിൽ അന്യഭാഷ വരത്തിൽ തന്നെ പ്രാർത്ഥിക്കണം. അല്ലാതെ പ്രാർത്ഥിക്കാൻ ഒരു അപ്പനും മകനും എങ്ങനെയാണ് ബന്ധം? ഒരു അപ്പനും മകളും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? അപ്പനോട് ചോദിക്കുവാൻ നമുക്കൊരു ഇടനിലക്കാരനെ ആവശ്യമില്ല.
എനിക്ക് എൻ്റെ അപ്പനോട് ഒരു കാര്യം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇടനിലക്കാരനെ ആവശ്യമില്ല. നമ്മൾക്ക് യാതൊരു ഇടനിലക്കാരനില്ല. കാരണം ബൈബിൾ പറയുന്നു, ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുത്. നിന്റെ ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ആത്മാവോട് കൂടി സേവിക്കാനാണ് പറഞ്ഞത്. പൂർണ്ണ ഹൃദയവും പൂർണ്ണ ആത്മാവും എന്ന് പറയുന്നാൽ എന്താണ്? അത് മാറി നിന്റെ അപ്പനോട് നീ സംസാരിക്കുന്ന പോലെ, നിന്റെ വീട്ടിൽ നീ സംസാരിക്കുന്ന പോലെ തന്നെ നീ സംസാരിക്കാൻ പഠിക്കുക. ഹല്ലേലൂയ. രണ്ടാമത്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ യേശു ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. ഒറ്റപ്പെടൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഈ ഒറ്റപ്പെടൽ എന്താ? എന്നെ എന്തിനാണ് ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്? എന്നെ എന്തിനാണ് ഒറ്റപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ഒറ്റപ്പെട്ടാണല്ലോ ജീവിക്കുന്നത്. എനിക്ക് ശാശ്വതമായ ഒരു കൂട്ടുകാരില്ല. ഞാൻ ആരെ കൂട്ടുകൂടാൻ ചെന്നാലും ഒരു ടൈം കഴിയുമ്പോൾ അത് എൻ്റെ മുന്നിലില്ല. എൻ്റെ ബന്ധുക്കൾ ഒറ്റപ്പെടുത്തി എന്നെ, എൻ്റെ ചർച്ചക്കാർ ഒറ്റപ്പെടുത്തി എന്നെ. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. പഴയ നിയമം എടുത്തു നോക്കിക്കേ. പഴയ നിയമ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങൾ, ബന്ധുക്കാരും ചാർച്ചക്കാരും ഒരുപാടുള്ള മനുഷ്യനായിരുന്നു അബ്രഹാം. ഒരുപാട് മനുഷ്യനുള്ള വ്യക്തിയായിരുന്നു. അബ്രഹാമിൻ്റെ പേര് അബ്രാം എന്നായിരുന്നു. അബ്രഹാം എന്നല്ലായിരുന്നു. ഒരുപാട് ബന്ധുക്കളുണ്ടായിരുന്നു, ചാർച്ചക്കാരുണ്ട്. ജോലി എന്താ? വിഗ്രഹത്തെ ഉണ്ടാക്കലായിരുന്നു ജോലി. ഹല്ലേലൂയ. ഈ സമയത്താണ് ദൈവം അവന് പ്രത്യക്ഷപ്പെടുന്നത്. നീ നിന്റെ ചാർച്ചക്കാരെ, ബന്ധുക്കളെ, മിത്രാദികളെ സകലത്തെയും വിട്ട് നീ ഇറങ്ങിക്കോളാൻ പറയുന്നു. അബ്രഹാം ഇവിടുന്ന് ഇറങ്ങിത്തിരിക്കാൻ കൊണ്ടേ തീർന്നു. ദൈവം എന്തു പറയുന്നു അതിൻ്റെ പിന്നോട്ടുള്ള കാര്യത്തിൽ അബ്രഹാം ചിന്തിച്ചില്ല. അല്ലെ താൻ ഉണ്ടാക്കുന്ന വിഗ്രഹത്തെ കൂടെ കൊണ്ട് ഇതൊന്നും അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹം സകലത്തിനെ വിട്ടിട്ട് ഒറ്റയ്ക്കിറങ്ങി. കൂടെ സഹോദരൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കിറങ്ങി തിരിച്ചിട്ട് ദൈവം അവനോട് പറയുന്നൊരു വാക്യത്തിനുള്ളൂ, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, കടൽക്കരയിലെ മണൽത്തരികളെ നോക്ക്, നിന്നെ ഞാൻ അതുപോലെ ആക്കുമെന്നാണ് പറയുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയാൽ എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റത്തില്ല. കടൽക്കരയിലെ മണൽത്തരിയെ നോക്കിയാൽ എണ്ണാൻ പറ്റുമോ? ഒരിക്കലും എണ്ണാൻ പറ്റത്തില്ല. പക്ഷേ അബ്രഹാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം എന്തു പറയുന്നോ അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്കിറക്കിയതിൻ്റെ പിന്നിലൊരു പർപ്പസ് ഉണ്ട്. എന്താണ് പർപ്പസ്? കാരണം എൻ്റെ കൂടെ ഒരു കൂട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, ഈ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കും. ഇത് വേറെ ആരുമില്ല ചോദിക്കാൻ. അബ്രഹാം മാത്രമേ ഉള്ളൂ. അബ്രഹാം ചോദിക്കുന്ന ചോദ്യം ഇതാ. അബ്രഹാമിന് അത് വിശ്വസിക്കാൻ തൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പിന്നത്തെ ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, അബ്രാം എന്നുള്ള പേര് തന്നെ മാറ്റി അബ്രഹാം എന്നാക്കുമെന്നൊക്കെ ഇടയായി തീർന്നു. അബ്രാം എന്നുള്ള സാധാരണ പേരിൽ നിന്ന് അബ്രഹാം എന്നുള്ള പേരിട്ടത് ചുമ്മാതല്ല. അബ്രഹാം എന്ന് പറഞ്ഞാൽ ബഹുജാതികളുടെ പിതാവെന്ന് അബ്രഹാമിനെ വിശേഷിപ്പിക്കാൻ കാരണമുണ്ട്. കാരണം നീ കണ്ടത് നക്ഷത്രത്തെയാ, നീ കണ്ടത് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽത്തരികളെയാ. അതിന് എണ്ണിക്കൂടാതെ വണ്ണം ആവുമെങ്കിൽ ബഹുജാതികളുടെ പിതാവെന്ന്, എണ്ണിക്കൂടാതെ വണ്ണം തലമുറ ഉണ്ടാവുമെന്ന എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന നിങ്ങളോടുള്ള ഒരു ദൂത്, നാം അബ്രഹാമിൻ്റെ സന്തതികൾ തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിയുവാൻ തൊക്കെ ഇടയായി തീർന്നു. സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ലോത്തിനും വിട്ട് പിരിയാൻ തരും. നിൻ്റെ കൂടെ ആരുണ്ടോ ആരില്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നിൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ദൈവം നിൻ്റെ കൂടെ ഉണ്ടോ? എത്ര ലോത്തുണ്ടായിക്കോട്ടെ, എത്ര ലോത്തുമാരുണ്ടായാലും, എത്ര വലിയ സഹോദരന്മാരുണ്ടായാലും യാതൊരു കാര്യമില്ല. ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെ ചലിക്കാൻ ഇറങ്ങി, നിൻ്റെ കൂടെ യാത്ര തിരിക്കാൻ ഇറങ്ങിയ ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ നിഴലിലാണ് നീ യാത്ര ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കാലടിയിലാണ് നീ യാത്ര ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ചിന്തയിലാണ് നീ യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് പിന്നത്തെ ഇതിൽ നമുക്ക് വായിച്ചാൽ അറിയാം, വാഗ്ദത്തത്തിൻ്റെ സന്തതിയായി ഇസഹാക്കിനെ കിട്ടു, ഇസഹാക്കിൽ നിന്ന് യാക്കോബിനെ കിട്ടി. അങ്ങനെ യാക്കോബിൽ നിന്ന് 12 മക്കളുണ്ടായി. 12-ൽ നിന്ന് യഹൂദയെ കിട്ടി. യഹൂദയിൽ നിന്ന് ദാവീദ് ഉണ്ടായി. ദാവീദിൽ നിന്ന് യേശു വന്നു. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് വിശ്വസിക്കുന്ന ഏവനും നമ്മൾ അബ്രഹാമിൻ്റെ സന്തതിയായി തീർന്നു. ഹല്ലേലൂയ. മറ്റൊരാളെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഹാഗാർ അബ്രഹാമിൻ്റെ ദാസിയിൽ നിന്നുണ്ടായതാണ്. വാഗ്ദത്ത സന്തതി ഇസഹാക്ക. പക്ഷേ ഇവിടെ ഉണ്ടായത് അടിമസന്തതിയാണ്. അടിമസന്തതി ഇരിക്കുക. അടിമസന്തതി വളർന്നു വന്നപ്പോഴത്തേക്ക് സാറായിക്ക് ബുദ്ധിമുട്ടായി. ഒരു തുരുത്തി വെള്ളവും കൊടുത്തു വിട്ട് മരുഭൂമിയിൽ കൂടെ പറഞ്ഞു വിടുകയാണ് അമ്മയും മകനെയും. ഹല്ലേലൂയ. ഹാഗാറിനെ ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ, ഒരു തുരുത്തി എന്ന് പറയുന്നത് 20 ലിറ്ററാണ്.
20 ലിറ്റർ വെള്ളവും കൊടുത്ത്. മരുഭൂമിയിലെ അവസ്ഥ നമുക്കറിയാം, ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. മരുഭൂമിയിൽ എന്തുണ്ട്? മരുഭൂമി പോയവർക്കറിയാം, കുറേ മണലല്ലാതെ ഒന്നുമില്ല. പിന്നെ കുറേ കാട്ടുമൃഗങ്ങൾ കാണും, വിഷമേറിയ ജീവികളുണ്ട്, വിഷമേറിയ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് കൊണ്ട് ആഹാറിനെയും തൻ്റെ മകനെയും പറഞ്ഞു വിടുമ്പോൾ ഒരു തുരുത്തി വെള്ളം തീർന്നേച്ച് ഒരു അമ്പിൻപാട് ദൂരത്തിൽ കുഞ്ഞിനെ കൊണ്ടിരുത്തിയേച്ച് ആഹാർ ഇവിടുന്ന് കരയുന്ന ഒരു രംഗമുണ്ട്. ഹല്ലേലൂയ. ബാലൻ്റെ നിലവിളി യഹോവ കേട്ടെന്ന് പറഞ്ഞ് യഹോവയുടെ ശബ്ദം അവിടെ പുറത്തു വരികയാണ്. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുക. എന്താ ആകാറെ നീ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് പോയത്? നീ മരുഭൂമിയിൽ എന്തിനാ നിന്നെ ഒറ്റയ്ക്കാക്കിയത്? നീയും വാഗ്ദത്ത പ്രകാരം അബ്രഹാമിൻ്റെ സന്തതി തന്നെ അല്ലേ? പക്ഷെ ദൈവത്തിന് പറയാനുള്ളത് ഒന്നുണ്ട്, നീ മരുഭൂമിയിൽ ചെന്നെങ്കിൽ മാത്രമേ നിൻ്റെ സന്തതിയെ ഒരു തലമുറയാക്കാൻ പറ്റത്തുള്ളൂ. നിൻ്റെ സന്തതിയെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നീ മരുഭൂമിയിൽ നിന്നെങ്കിൽ മാത്രമേ നിന്റെ സന്തതിയെ ലോകം അറിയപ്പെടാൻ പറ്റത്തുള്ളൂ. നീ ഇസഹാക്കിൻ്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ സന്തതിയെ ലോകം കാണത്തില്ല. അവനും ഒരുപാട് പേരുടെ പിതാവാകത്തില്ല. പക്ഷെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് കൊണ്ടിട്ടപ്പോൾ മുതൽ അവനും ഇസഹാക്കിനെ പോലെ തന്നെ ഒരു തലമുറയുടെ പിതാവായി തീരുവാൻ തക്ക ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നീ ഒറ്റപ്പെട്ടാണോ കിടക്കുന്നത്? നീ അതിൻ്റെ അകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നീ ഒറ്റപ്പെട്ടാണോ നീ ജീവിക്കുന്നത്? നീ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ്റെ കൂടെ കർത്താവിൻ്റെ കരം എക്കാലവും ചലിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ബൈബിൾ ഉടനീളം വായിച്ചു നോക്കിക്കേ, ഒറ്റപ്പെട്ടായിരിക്കുന്ന പലരുടെ മേൽ കർത്താവിൻ്റെ കരം ചലിച്ചിട്ടുണ്ട്. ഏലിയാവ് ഒറ്റയ്ക്കാണ് വന്നത്. ഒറ്റയ്ക്കാണ് അവിടെ വന്നത്. ഒറ്റയ്ക്ക് വന്ന ഏലിയാവ് 850 ബാലിൻ്റെ പ്രവാചകന്മാരെ, അശേര പ്രവാചകന്മാരെ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിക്കുകയാണ്. ഒരു കൂട്ടത്തോടെയല്ല വന്നത്. കാരണം എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവരുടെ കർത്താവുണ്ട്. ഇനി ശിഷ്യന്മാരെ മാത്രം ഒന്ന് നോക്കിക്കേ, എല്ലാവരും ഒറ്റയ്ക്ക്. പൗലോസ് ഒരു ടൈം വരെ ബർന്നബാസ് കൂടെ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തെ പൗലോസ് ഒറ്റപ്പെടുകയാണ്. ഒറ്റപ്പെടുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. ദൈവം നിന്നെ കൂട്ടത്തിലിട്ട് വളർത്തുവാനല്ല വിളിച്ചിരിക്കുന്നത്, നിന്നെ ഒറ്റപ്പെടുത്തി അതിനെ മെരുക്കിയെടുത്ത് വളർത്തുവാൻ വേണ്ടിയാ. മോശ ജീവിച്ചത് എവിടെയാ? മിസ്രൈമിലാണ്. സകല സൗകര്യങ്ങളുണ്ട്. മിസ്രൈമിലെ രാജകൊട്ടാരത്തെ നോക്കുകയാണ്, രാജകുമാരനെ പോലെ ജീവിക്കുക. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ദൈവം എന്ത് ചെയ്യുക? മോശയെ അവിടുന്ന് മാറ്റി മരുഭൂമി കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. മരുഭൂമി കൊണ്ടിട്ട് മരുഭൂമിയിലിട്ട് വളർത്തുക. മരുഭൂമിയിലിട്ട് 40 വർഷം മരുഭൂമിയിലിട്ട് ആടിൻ്റെ ഇടയിലാണ് വളർത്തിയത്. ഇനി കർത്താവിനോട് ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കിക്കേ, എന്തിനാ കർത്താവെ ആടിൻ്റെ ഇടയിലിട്ട് വളർത്തിയത്? ഹല്ലേലൂയ. ഇന്നത്തെ ആട്ടിടയൻ, കർത്താവിന് പറയാനുണ്ട്, ഇന്നത്തെ ആട്ടിടയൻ നാളത്തെ അഭിഷക്തനാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഒറ്റപ്പെടലുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴെല്ലാം നാം വിചാരിക്കും, കർത്താവെ എൻ്റെ കൂടെ നീ ഇല്ലല്ലോ, ഞാൻ ഇത്രയധികം വിഷമിച്ചിരിക്കുന്നു, എൻ്റെ കൂടെ നീ ഇല്ലല്ലോ, നീ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലല്ലോ. കർത്താവിന് പറയാനുള്ളത്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. പണ്ടൊരിക്കൽ ഞാനൊരു ഉപമ പറയാം. പണ്ടൊരിക്കൽ ഒരു ദൈവദാസൻ കടൽക്കരയിൽ കൂടെ എന്നും യാത്ര ചെയ്യും. കടൽക്കരയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ 2 കാൽപാദത്തിൻ്റെ കൂടെ വേറെ 2 കാൽപാദം കൂടെ ഉണ്ട്. ഈ കാൽപാദവും ഇദ്ദേഹം കൂടെ യാത്ര ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് അറിയാം ക്രിസ്തുവാ അല്ലെ എൻ്റെ കർത്താവ് അവിടെ വന്നതെന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം. ഇദ്ദേഹം തൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും, തനിക്ക് ഇന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം കടൽക്കരയിൽ ചെന്നപ്പോൾ ഈ കാൽപാദമില്ല. നീണ്ട 12 കൊല്ലം അദ്ദേഹം ഈ കടൽക്കരയിൽ കൂടെ സഞ്ചരിക്കുക. ഈ 12 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും നിന്ന പരിയാസം അങ്ങനെ എല്ലാ മേഖലകളും കയറിയിറങ്ങി ഇദ്ദേഹം തകർന്ന് തരിപ്പണമായി. അങ്ങനെ തരിപ്പണമായി ഒരു ദിവസം കടൽക്കരയിൽ കൂടെ നീണ്ട 12 കൊല്ലത്തിന് ശേഷം കടൽക്കരയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും ഈ കാൽപാദം വരുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി, കർത്താവേ നീ എൻ്റെ കൂടെ. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ പൊന്ന് കർത്താവേ, നീ എൻ്റെ കൂടെ ഇല്ലാഞ്ഞതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് സംഭവിച്ചെന്നറിയോ, എന്തൊക്കെ നഷ്ടങ്ങളാണ് എനിക്ക് സംഭവിച്ചെന്നറിയോ, എനിക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല, ഞാൻ ആകെ തകർന്നു പോയെന്ന്. കർത്താവ് എല്ലാം ശാന്തമായി കേട്ടു, സകലത് ശാന്തമായി കേട്ടു.
കേട്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി ഇതാ, നീണ്ട 12 കൊല്ലം ഞാൻ നിൻ്റെ കൂടില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? കാരണം നീണ്ട 12 കൊല്ലം നിനക്കിത് വരുമെന്നറിയാവുന്നത് കൊണ്ട് നീ കണ്ടത് നിൻ്റെ കാൽപാദമല്ലായിരുന്നു, എൻ്റെ കാൽപാദമായിരുന്നു കണ്ടത്. കാരണം ഈ നീണ്ട 12 കൊല്ലം നിന്നെ ഞാൻ എൻ്റെ മടിയിൽ വെച്ച് എൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. കാരണം നീ വിചാരിച്ചു നിനക്ക് കഷ്ടങ്ങളുണ്ടായപ്പോൾ നീ നിൻ്റെ കാൽപാദത്തിൽ കൂടെ നടക്കുന്നത്. അല്ല, നീ എൻ്റെ കാൽപാദത്തിലാണ് നടന്നത്, എൻ്റെ കൈകളിലാണ് നീ ഉണ്ടായിരുന്നത്, എൻ്റെ കൈകളിൽ നീ സുരക്ഷിതനായിരുന്നു. അതുകൊണ്ടാണ് നിൻ്റെ ജീവനെ ആർക്കും തൊടാൻ പോലും പറ്റാതിരുന്നത്. ദൈവദാസിയെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുമ്പോൾ പലപ്പോഴും പിന്തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു നീണ്ട ലിസ്റ്റ് നമുക്കുണ്ട്. കഷ്ടങ്ങളുടെ ലിസ്റ്റും നഷ്ടങ്ങളുടെ ലിസ്റ്റും ഭാരങ്ങളുടെ ലിസ്റ്റും അല്ലാതെ നമ്മുടെ മുന്നിൽ പറയാനില്ല. ഈ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും, എനിക്ക് വേണ്ടി കർത്താവില്ലേ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലേ, എൻ്റെ തലമുറ നശിച്ചു പോകുന്നു, സംസാരിക്കാൻ ആരുമില്ലേ, അതോ ഞാൻ ഇങ്ങനെ കിടന്ന് മരിച്ചുവോ? നീ ഇങ്ങനെ കിടന്ന് മരിക്കത്തില്ല. കാരണം നീ ദൈവത്തിൻ്റെ മടിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ വസിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവാ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുന്നു. നീ ഒറ്റപ്പെടാൻ ദൈവം ഒരിക്കലും നിന്നെ അനുവദിക്കത്തില്ല. നീ ഒറ്റപ്പെട്ടു പോകാൻ ദൈവം ഒരിക്കലും നിന്നെ അനുവദിക്കത്തില്ല. തിരിച്ച് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് കിടക്കണം. ഗത്സമനയിൽ യേശുവിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ കയറി വരാനായിട്ട് പോവാം. യേശുവിൻ്റെ അനുഭവം, യേശുവിൻ്റെ ചെറുപ്പകാലം മുതൽ അനുഭവം പറയാം. യേശുവിൻ്റെ ചെറുപ്പകാലം മുതൽ അനുഭവം എടുത്തു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് ജീവിച്ചവനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ സഹോദരന്മാർ പോലും യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചുണ്ടായ ഒരു മകനാ, മൂത്ത മകനാ, അവൻ്റെ സഹോദരന്മാരാൽ അംഗീകരിച്ചിട്ടില്ല, അവന് കൂടെയുള്ള ചാർച്ചക്കാർ അവനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ യേശു ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചു. 30ാമത്തെ തിരുവയസ്സിലേക്ക് വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവരെ ഉയർത്തെണീപ്പിച്ചു, പലതരത്തിൽ കാണിച്ചു. അവസാനം 33 തിരുവയസ്സിൻ്റെ ഏകദേശം ജീവിതം തീരുന്നതിന്, അതെന്ന് പറഞ്ഞാൽ യാഗമാകുന്നതിന് തൊട്ട് മുന്നുള്ള അവസ്ഥയാണ് ഗത്സമന എന്ന് പറയുന്നത്. അവിടെ വെച്ച് ദൈവമായിരിക്കുന്നു, അവിടെ വെച്ച് ഒറ്റപ്പെട്ടായിരിക്കുക. 3 പേര് യേശുവിൻ്റെ കൂടുണ്ട്. അവരെല്ലാം കണ്ണിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസരത്തിൽ യേശു ഉറക്കം തൂങ്ങാതെ ഇരിക്കുന്നു. ഗത്സമനെ വെച്ച് ഉറക്കം തൂങ്ങുന്നില്ല. ഹല്ലേലൂയ. ആ ഗത്സമനയിൽ ഇരിക്കുന്ന യേശുവിനോട് ചെന്ന് ചോദിച്ചു, യേശുവേ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? യേശുവിന് പറയാനൊന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ പാനപാത്രം എനിക്ക് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. വീണ്ടും യേശു പറയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണേ, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണെന്ന്. ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ്റെ മുന്നിൽ ആരോട് സംസാരിക്കാനില്ല. ആ ഗത്സമനയിൽ ഇരിക്കുന്ന ഒരേ ഒരു അവസ്ഥ, കൂടെ കൊണ്ടുവന്ന് ഒരു ഉറക്കം തൂങ്ങുന്നു. ആ ഒരു മുകളിൽ നിന്നൊരു മറുപടി ഉണ്ടാകുന്നില്ല. ആകെ വിഷമിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ യേശു പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകുക. യേശുവിൻ്റെ വേർപ്പ് തുള്ളികൾ രക്തം പോലെ നിലത്ത് വീഴുകയാണ്. യേശുവിൻ്റെ വേർപ്പ് തുള്ളികൾ രക്തം പോലെ നിലത്ത് വീഴുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഒരു മനുഷ്യൻ്റെ ലാസ്റ്റ് ഘട്ടമാണ്. ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ഘട്ടമാണ്, ലാസ്റ്റ് ടൈമാണ്. നിങ്ങൾ വൈദ്യശാസ്ത്രം പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ചില സമയങ്ങൾ വേർപ്പുത്തുള്ളിയുടെ കളർ മാറുമ്പോൾ ഓർത്തോണം, നിൻ്റെ ലാസ്റ്റ് ടൈമിലാണ് നീ എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ അവസാനത്തെ നിമിഷം, ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് കിടക്കുന്ന വേവലാതി, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ പോകുന്നത്, മാനവരാശിയുടെ പാപപരിഹാരം. ഒരു സൈഡിൽ പിശാചി വെല്ലുവിളിച്ച് നിൽക്കുക, നിന്നെക്കൊണ്ട് ഇത് കഴിയത്തില്ല, നീ ഒറ്റപ്പെട്ടവനാ, നിന്നെക്കൊണ്ട് കഴിയത്തില്ല, നീ ഒരു മനുഷ്യനാ, സാധാരണ മനുഷ്യനാ, നിന്നെക്കൊണ്ട് കഴിയത്തില്ല എന്ന് ഒരു സൈഡിൽ പിശാചി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ യേശുവിന് പറയാനുള്ളത്, ഞാൻ വന്നിരിക്കുന്നത് ഒരു പർപ്പസിന് വേണ്ടിയാണ്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ വേണ്ടിയാണ്, ഞാൻ വന്നിരിക്കുന്നത് ശാപത്തെ മാറ്റാൻ വേണ്ടിയാണ്, ഞാൻ വന്നിരിക്കുന്നത് രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഈ ജനത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ അവസ്ഥയൊന്നും നമുക്കുണ്ടായിട്ടില്ല ദൈവമക്കളെ. യേശുവിൻ്റെ അവസ്ഥ നമുക്കുണ്ടായിട്ടില്ല. വളരെ വേദനയോടുകൂടി, വളരെ ത്യാഗത്തോടുകൂടി യേശു തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യുവാൻ ഒറ്റയ്ക്ക് മാറിപ്പോയിരിക്കും. ഇന്ന് ഈ നിമിഷക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ ജീവിതത്തിൽ വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലാണോ നിൽക്കുന്നത്? നീ ഒരു ഗത്സമനയിലാണോ നിൽക്കുന്നത്? ഗത്സമനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് എനിക്ക് വിവരിക്കാൻ സമയം പറ്റത്തില്ല. അതുപോലെ ചരിത്രമാണ് പറയുന്നത്. കാരണം ഒരു സ്വർഗം നിശ്ചലമായിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. സ്വർഗത്തിന് പോലും ഉത്തരം കിട്ടാത്ത അവസ്ഥ,
ഒരു മനുഷ്യരിലേക്ക് ഈ ഉത്തരം ചെന്നിട്ടില്ല. സ്വർഗത്തിൽ യേശുവിന് മാത്രമേ ഇതിന് ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. ഈ സാഹചര്യത്തിലാണോ നിൽക്കുന്നത്? നീ ഒരു ചോദ്യചിഹ്നമായിട്ടോ നിൽക്കുന്നത്? നീ വിഷമിക്കണ്ട. നീ മാറിപ്പോയിരുന്ന് ഒരു പ്രാർത്ഥനാ ജീവിതവുമായിട്ട് ഇരിക്കാൻ തയ്യാറാണോ? നിന്റെ മേൽ കർത്താവിൻ്റെ കരമിറങ്ങാൻ തുടങ്ങും. നിന്റെ മേൽ കർത്താവിൻ്റെ കൈ ചലിക്കാൻ തുടങ്ങും. കർത്താവിൻ്റെ കൈ ചലിച്ചാൽ, ദൈവത്തിൻ്റെ കൈ ചലിച്ചു തുടങ്ങിയാൽ ആർക്കും തടയാൻ പറ്റത്തില്ല. നിന്റെ ശബ്ദം ദൈവത്തിൻ്റെ ചെവി ചെന്നാൽ ദൈവത്തിൻ്റെ കൈ ചലിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെ കൈ ചലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പൈശാചിക മേഖലയ്ക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൈ ചലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ഒറ്റപ്പെടുത്താൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ കൈ ചലിച്ചു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ മരിക്കണമെന്ന് തീരുമാനിച്ചാൽ പോലും മരിക്കാൻ പറ്റത്തില്ല. അതാ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒറ്റയ്ക്കിരുന്ന് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിന്റെ ശബ്ദം ദൈവത്തിൻ്റെ ചെവി ചെല്ലണം. ദൈവത്തിൻ്റെ കാതൊരിക്കലും അത് അടഞ്ഞ കാതല്ല. ദൈവത്തിൻ്റെ കാതൊരിക്കലും അടച്ചു വച്ച കാതല്ല. ഒരു ശക്തിക്കും ദൈവത്തിൻ്റെ കാതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കാതിൽ കൂടെ ആ ശബ്ദം കേട്ടാൽ ദൈവത്തിൻ്റെ നാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ നാവ് പ്രവർത്തിച്ചാൽ അത് കൈകളിൽ കൂടെ വരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു ദൂത് ഇങ്ങനെയാണ്. നീ ഒരു ഗെത്സമനയിലാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു. പലരും ഗെത്സമനയുടെ അനുഭവമായിട്ടാണ് നിൽക്കുന്നത്. എന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും മുംബൈ കാണിക്കുന്നു. മുംബൈയുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ഗെത്സമനയുടെ അനുഭവമായിട്ട് നിൽക്കുക. മുറി അടച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ എന്നെ കാണിക്കുന്നു. പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങിയാൽ കടക്കാരാൽ വേട്ടയാടുന്ന ഒരാളിനെ കുറിച്ച് കർത്താവ് എന്നെ കാണിക്കും. ശ്രീനിവാസൻ എന്നൊരു പേരെന്നെ കാണിക്കുന്നു. ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട് ആരാണെങ്കിലും ഞങ്ങളുടെ താഴെ കാണുന്ന നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ട്. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാനായിട്ട് പോവുകയാണെന്ന് എന്നോട് കർത്താവ് പറയാനായിട്ട് പറയുന്നു. ഇന്ന് ഈ നിമിഷക്കാലം എന്നെ കേൾക്കുന്ന ചിലരുണ്ടെങ്കിൽ നീ ഗെത്സമനയുടെ അനുഭവത്തിലാണോ? നീ ഭാരപ്പെടണ്ട. കാരണം അബ്രഹാമിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നീ ഗെത്സമനയിലാണോ? ഹാഗാറിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നീ ഗെത്സമനയിലാണോ? നിൻ്റെ കൂടെ മോശയുടെ ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നീ ഗെത്സമനയിലാണോ? നീ വിഷമിക്കണ്ട. ഏലിയാവിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. ഈ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവൻ വാക്ക് പറഞ്ഞിട്ട് പാതി വഴിക്ക് നിന്നെ തള്ളിയിട്ടേച്ച് പോകുന്നൊരു ദൈവമല്ല. അവൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് അത് നിവൃത്തിയാക്കിയിരിക്കും. ഒരു നിമിഷം എന്നെ കേൾക്കുന്ന ആൾക്കാരുടെ വീണ്ടും എനിക്ക് പറയാനുള്ള ഒരു ദൂത് ഇങ്ങനെയാണ്. ഗെത്സമനയുടെ അനുഭവമായിട്ട്, ഒറ്റപ്പെടലിൻ്റെ അനുഭവമായിട്ട് നീ ഇരിക്കുന്ന ചിലരെ വീണ്ടും കർത്താവിനെ കാണിക്കുന്നു. ഒറ്റപ്പെടലെന്ന് പറയുന്നത് ഭ്രാന്തമായ അവസ്ഥയാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ഒറ്റപ്പെടൽ അത് പിശാചിൻ്റെ മേഖലയാണ്. നീ ഒറ്റപ്പെട്ടവനല്ല. നിൻ്റെ ഉള്ളിൽ കർത്താവുണ്ട്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവാം. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ കർത്താവിനോട് പറയുന്നു, ചിലരുടെ മേൽ ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ ഉണ്ടാകാൻ പോകുന്നു. ദൈവിക എൻകൗണ്ടറുകൾ ഉണ്ടാകാൻ പോകുന്നു. ഗെത്സമനയിൽ യേശുവിനുണ്ടായ പോലെ ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ പോകുന്നു. നിനക്കെതിരെ നിൽക്കുന്ന ചിലതിനെ തകർത്ത് ചില എൻകൗണ്ടർ നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് റെനി ഒരു പേരെന്നെ കാണിക്കുന്നു. ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട ആരോ നീ പ്രാർത്ഥിച്ചോ? നിന്റെ മേൽ ദൈവത്തിന് ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ പോകുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിൻ്റെ കരം ചലിക്കുമാറാകണം. ഈ ദൈവമക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഗെത്സമനയുടെ അനുഭവത്തിലായിരിക്കുന്ന ചില മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒറ്റപ്പെടൽ മാറട്ടെ. ഒറ്റപ്പെട്ട അനുഭവങ്ങൾ മാറട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് സതീഷ് എന്നൊരു പേര് കാണിക്കുന്നു. ബ്രദർ, നിങ്ങളുടെ ഒറ്റപ്പെട്ട അനുഭവത്തെ ദൈവം എടുത്ത് മാറ്റാനായിട്ട് പോകുന്നു. നിൻ്റെ ഒറ്റപ്പെട്ട ഷിനു എന്നൊരു പേരെന്നെ കാണിക്കുന്നു. നിൻ്റെ ഒറ്റപ്പെട്ട അനുഭവത്തെ ദൈവം എടുത്ത് മാറ്റാൻ പോകുന്നു. നീ പ്രാർത്ഥിച്ചോ? ചില തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന ചില മാതാപിതാക്കളെ എന്നെ കാണിക്കുന്നു. തലമുറകളെ ജോൺ എന്ന് പറഞ്ഞൊരു പേരെന്നെ കാണിക്കുന്നു. ആ മാതാവിന് ആ ഒരു പിതാവിനെ കർത്താവിനെ കാണിക്കുന്നു. നീ വിഷമിക്കേണ്ട. നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങാൻ പോകുന്നു. ദൈവത്തിൻ്റെ കരം കൂടെ ചലിക്കാനായിട്ട് പോകുന്നു. കർത്താവ് ജെസി എന്നൊരു പേരെന്നെ കാണിക്കുന്നു. ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നു. കർത്താവിനോട് പറയുന്നു, ഒരു അത്ഭുത സൗഖ്യം തരാനായിട്ട് പോകുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഗെത്സമന മുതൽ ഗബദ വരെ
നീ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ശാപത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രോഗത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കർത്താവെ, ഞങ്ങൾ ഒറ്റപ്പെട്ടവരല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടാകുന്നവരുടെ വാക്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, വിശ്വസിക്കുന്നവരുടെ ഈ അടയാളങ്ങൾ നടക്കുമെങ്കിൽ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങുന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങനെ സംഭവിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തിന് പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ഇവരുടെ മേൽ ചലിക്കുമാറാണ്. കർത്താവെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടുവായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു സഹോദരിയെ എന്നോട് കർത്താവ് പറഞ്ഞവരെ തൊടാൻ പോകുന്നെന്ന് പറയുന്നു. അവരുടെ നടുവിന്മേൽ കർത്താവ് തൊടാൻ പോകുന്നെന്ന് പറയുന്നു. അവിടെ അത്ഭുത സൗഖ്യം നടക്കാൻ പോകുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ തലയിൽ ട്യൂമറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ എന്നെ കർത്താവ് കാണിക്കുന്നു. അതിന്മേൽ ദൈവത്തിന്റെ കരമിറങ്ങാൻ പോകുന്നെന്ന് പറയുന്നു. ഇത് ആ വ്യക്തി ഒരുപാട് നാളത്തെ ചികിത്സയുമായിട്ട് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതായിരിക്കുന്ന ഒരാളിനെയാണ് കാണിക്കുന്നത്. അവരുടെ പേരുമായിട്ട് വിമല എന്നൊരു പേര് കാണിക്കുന്നു. ആ ട്യൂമറിനെ ദൈവം തൊടാൻ പോകുന്നെന്ന് പറയുന്നു. അത് അവിടുന്ന് മാറുന്നതായിട്ട് കർത്താവിനോട് പറയുന്നു. അത്ഭുതമായി തീരട്ടെ. ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനയാണോ ആവശ്യം? ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഒരു പ്രവചന ശബ്ദമാണോ നിങ്ങൾക്ക് ആവശ്യം? ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ചെങ്ങന്നൂർ ITA ജംഗ്ഷനിലുള്ള ഹോട്ടൽ വില്ലേജ് ഇൻ ഗാർഡനിൽ എലോഹിം പ്രൊഫറ്റിക്കൽ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ആരാധന എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ 1 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. കടന്നു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.